ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുപയറും തേങ്ങയും കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിന്ന്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അരക്കപ്പ് ചെറുപയർ 4 മണിക്കൂർ മുമ്പ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അത് കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഒരു 1.25 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരല്പം എടുത്ത് ഇതിലേക്ക് 4 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അരിച്ച് വെച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സാക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഞാനിതിൽ ഒരല്പം ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കൈ വിടാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറുക്കിയെടുക്കുക. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിൽ ഒരല്പം നെയ്തടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനും ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ആറാൻ വെക്കണം. നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം ഇതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് പ്ലേറ്റിൽ നിന്ന് തന്നെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചെറുപയർ കൊണ്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.